ഗോഡ്സ് ട്രൂത്ത് ഷൈൻസ് മോസ്റ്റ് ക്ലിയർ ഇൻ ദി ഡാർക്ക്നെസ്. ദൈവത്തിൻ്റെ സത്യം ഇരുട്ടിൽ ഏറ്റവും വ്യക്തമായി പ്രകാശിക്കുന്നു. പലർക്കും ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ വളരെ ബുദ്ധിമുട്ടായും ശ്വാസം മുട്ടിപ്പിക്കുന്നതായും തീർന്നിട്ട് നിരാശയോടും പെറുവെറുപ്പോടും കൂടെ അതിൽ കൂടി കടക്കുമ്പോൾ ദൈവം അനുവദിച്ചിട്ടുണ്ടാകുന്ന ഇരുട്ടിൻ്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ തളർന്നു പോകുന്നില്ല. കാരണം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സത്യങ്ങൾ വളരെ വ്യക്തമായി ഇരുട്ടിൽ അവർ അറിയുകയും അതനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സത്യമെന്നത് അവിടുത്തെ സർവജ്ഞാനത്തിൽ അധിഷ്ഠിതമായ യാഥാർത്ഥ്യമാണ്. അത് വെളിപ്പെടുത്തി തരുന്നതോ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ്. തിരുവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവിലൂടെ ദൈവം തൻ്റെ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം സർവജ്ഞാനിയാണെന്നും സർവശക്തിയാണെന്നും സർവവ്യാപിയാണെന്നുമുള്ള സത്യം ഇരുട്ടിൻ്റെ ദിവസങ്ങളിൽ നാം അധികമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സർവജ്ഞാനത്താൽ എപ്പോൾ ഏതു വിധത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് തീരുമാനിക്കുന്നു. ദർശനങ്ങൾക്ക് അവധി വച്ചിരിക്കുന്നത് സർവജ്ഞാനിയായ ദൈവമാണ്. അവിടുന്ന് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് തന്നെയാകയാൽ ദർശനത്തിൻ്റെ നിവൃത്തീകരണം അവിടുത്തെ സമയത്ത് നിശ്ചയമായും വരും. നമ്മുടെ വേദനകളെയും രോഗങ്ങളെയും മാറ്റുവാൻ ദൈവം പദ്ധതി തയ്യാറാക്കുമ്പോൾ അവിടുന്നത് തൻ്റെ സർവജ്ഞാനത്താൽ ചെയ്യുന്നു എന്നതത്രേ പ്രത്യേകത. ഇരുട്ടിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ക്ഷീണിച്ചു പോകും എന്നുള്ളതിനാൽ സർവശക്തിയായ ദൈവം നമ്മെ ശക്തീകരിക്കും എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ബാഹ്യശക്തിക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. രാത്രിയിലെ ഭയത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നമുക്ക് പേടിപ്പാനില്ല എന്ന് തിരുവചനം പറയുന്നു. സർവശക്തിയായ ദൈവം നമുക്ക് ശക്തി തരിക മാത്രമല്ല, ഈ ദൈവത്തിനൊന്നും അസാധ്യമല്ല. തൻ്റെ ശക്തിയാൽ അവൻ ഭയങ്കരവും അതിശയവുമായ കാര്യങ്ങളെ ചെയ്യുന്നു. ഇരുട്ട് ഏകാന്തതയും കാണിക്കുന്നുണ്ട്. എന്നാൽ സർവവ്യാപിയായ ദൈവത്തിൻ്റെ സഹിത്വം നാം കടന്നു പോകുന്ന എല്ലാ തലങ്ങളിലുമുള്ളതിനാൽ നമുക്ക് ആനന്ദവും പ്രത്യാശയും ഉണർവും ഉന്മേഷവും നൽകുന്നു. അതുകൊണ്ട് ഇരുട്ടുകൾ നമ്മെ തളർത്തുവാൻ അനുവദിക്കരുത്. നമ്മുടെ ഇരുട്ടുകളിൽ വ്യക്തമായി പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ സത്യം നന്നായി തെളിഞ്ഞു കാണുവാൻ നമ്മുടെ അകങ്കണ്ണുകളെ ഒന്നുകൂടി പ്രകാശിപ്പിക്കുവാനായി കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.